ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇത് ദർശനമാലയിലെ 3-ാം അധ്യായമായ അസത്യദർശനത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: വിജൃംഭതേയത്തമസോ ഭീരോരിഹ പിശാചവത് തദിദം ജാഗ്രതി സ്വപ്നലോകവത് ദൃശ്യതേ ബുധൈഃ. ഇഹ യത് തമസഃ ഭീരോഃ പിശാചവത് വിജൃംഭതേ തത് ഇദം വിശ്വം ബുധൈഃ ജാഗ്രതിസ്വപ്നലോകവത് ദൃശ്യതേ. അർത്ഥം: ഭീരുവായ മനുഷ്യൻ ഇരുട്ടിൽ പിശാചിനെ ദർശിക്കുന്നത് പോലെ ഈ ലോകം നമ്മളുടെ മുമ്പിൽ വളർന്നു വ്യാപിച്ചു നിൽക്കുന്നു. എന്നാൽ ജ്ഞാനികൾക്ക് ഈ കാഴ്ചയെല്ലാം പകൽക്കിനാവ് പോലെ മിഥ്യയായി തോന്നും. വിജൃംഭിക്കുക എന്നാൽ വ്യാപിക്കുക, പൊട്ടിവിളരുക എന്നൊക്കെയാണ് അർത്ഥം. ഉറക്കം ഉണർന്ന ഒരാൾ പുറത്തേക്ക് നോക്കുമ്പോൾ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു നവജാത ശിശുവിന് ആദ്യമായി ഉണ്ടാകുന്ന കാഴ്ചയും ഇതുപോലെ ആയിരിക്കും. അങ്ങനെ സർവത്ര നിറഞ്ഞ കാഴ്ചയിൽ ഏതെങ്കിലും ഒന്നിനെ നാം പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ അത് വ്യക്തമായും അതിന് ചുറ്റുമുള്ളത് എല്ലാം അവ്യക്തമായും നമ്മുടെ മുമ്പിൽ ദൃശ്യമാകുന്നുമുണ്ട്. പ്രപഞ്ചദർശനത്തെ ഗുരുദേവൻ ഇരുട്ടിൽ ഭീരു ആയ മനുഷ്യൻ പിശാചിനെ കാണുന്നതിനോട് ഉപമിച്ചിരിക്കുന്നു. ഭീരു അതായത് ഭയചകിതനായ മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളാണ് ഇരുട്ടിൽ പിശാചിനെ കാണുന്നത്. ഇവിടെ പിശാചിൻ്റെ കാഴ്ചയെ ഉണ്ടാക്കിയത് 3 കാരണങ്ങളാണ്. ഒന്ന്, ഇരുട്ട്. അവിടെ പ്രകാശത്തിൻ്റെ അഭാവത്തിൽ യഥാർത്ഥത്തിലുള്ള വസ്തുക്കൾ ഇരുട്ടുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവിടെ വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നോക്കുന്നയാൾക്ക് അവിടെ യഥാർത്ഥത്തിൽ ഉള്ള വസ്തുക്കൾ കാണപ്പെടുകയും തന്മൂലം മനസ്സിൽ ഭയവും പിശാചിനെ സംബന്ധിച്ച സങ്കല്പവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ കാര്യം അയാൾ ഭീരുവാണ് എന്നുള്ളതാണ്. ദുർബലമായ മനസ്സുകളിലാണ് അകാരണമായ ഭയം ഉണ്ടാകുന്നത്. മൂന്നാമത്തെ കാര്യം അയാളുടെ മനസ്സിൽ എങ്ങുമില്ലാത്ത ഒരു പിശാചിനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നതാണ്. മനസ്സിൽ അയാൾ സങ്കല്പിച്ച് ഉണ്ടാക്കിയ പിശാചിൻ്റെ രൂപമാണ് അയാൾ ഇരുട്ടിൽ കണ്ടത്. അയാൾ ഇരുട്ടിൽ പിശാചിൻ്റെ രൂപം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെ പിശാചിനെ കാണുകയില്ല. കാരണം അയാളുടെ മനസ്സിൽ പിശാചിൻ്റെ സങ്കല്പമില്ല. അതായത് പിശാചിൻ്റെ രൂപം ഉണ്ടായത് ഇരുട്ടിലല്ല, ഭീരുവിൻ്റെ മനസ്സിൽ മാത്രമാണ് എന്നതാണ് സത്യം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ കാണുന്ന പ്രപഞ്ചദൃശ്യത്തെ താരതമ്യപ്പെടുത്തി നോക്കുക. ഒന്നാമതായി, ഇരുട്ട് എന്നത് ഒരു വസ്തുവല്ല, അത് പ്രകാശത്തിൻ്റെ അഭാവമാണ്. ചൂടില്ലാത്ത അവസ്ഥയെ തണുപ്പ് എന്ന് പറയുന്നത് പോലെ വെളിച്ചം ഇല്ലാത്ത അവസ്ഥയെ ഇരുട്ട് എന്ന് പറയുന്നു എന്ന് മാത്രം. ഭീരു ഇരുട്ടിൽ കണ്ടത് ഒരു മായാദൃശ്യമാണ്. അവിടെ പ്രകാശത്തിൻ്റെ അഭാവത്തിൽ ഉള്ള വസ്തുവിൻ്റെ ദൃശ്യം അല്ല അത് കാണുന്നില്ല എന്ന ഒരു കാരണവും ഉണ്ടായി. അതുപോലെ വിദ്യയുടെ അഭാവമാണ് അവിദ്യ. യഥാർത്ഥ വസ്തുവായ ആത്മബോധത്തെ അവിദ്യ മറയ്ക്കുകയാലാണ് പ്രപഞ്ചമായ
മായാദൃശ്യം അവിടെ പ്രകടമായത്. ഇരുട്ടിൽ പിശാചിനെ കണ്ടയാളുടെ ഉള്ളിൽ ഉള്ള ഭയത്തിൻ്റെയും പിശാചസങ്കല്പത്തിൻ്റെയും സ്ഥാനത്ത് നമ്മുടെ ഉള്ളിൽ അജ്ഞാനവും അതിൽ നിന്നുണ്ടായ പ്രപഞ്ചസങ്കല്പവും ആണ്. യഥാർത്ഥ വസ്തുവായ ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കാണിക്കുന്നത്. ഭീരുവിൻ്റെ പിശാച ദർശനം അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായതാണ് എന്നതുപോലെ തന്നെ ഈ പ്രപഞ്ച ദൃശ്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പ സൃഷ്ടി ആയതിനാൽ പുറത്തെങ്ങും ഉള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്നും അറിയേണ്ടതാണ്. ഭൂവാദിഭൂതമതിനാവാസമില്ല, വെറും ആഭാസമാണിതറിവിൻ എന്ന ജനനീ നവരത്ന മഞ്ജരിയിൽ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. തദിതം ജാഗ്രതി സ്വപ്നലോകവത് ദൃശ്യതേ ബുധൈഹി എന്ന് പറഞ്ഞതിലേക്ക് കടക്കാം. ഗുരുദേവൻ ഇവിടെ ജ്ഞാനികളുടെ കാഴ്ചയെ പകൽക്കിനാവിനോടും ഉപമിച്ചിരിക്കുന്നു എന്നത് നോക്കുക. യഥാർത്ഥ സ്വപ്നത്തോട് ഉപമിക്കാതെ പകൽക്കിനാവിനോട് ഉപമിക്കാൻ പ്രത്യേകമായ കാരണമുണ്ട്. യഥാർത്ഥ സ്വപ്നം കാണുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് സത്യമാണ് എന്നതുപോലെയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ പകൽക്കിനാവ് കാണുന്നവൻ ഉണർന്ന് കണ്ണു തുറന്നും ആണിരിക്കുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് ഒരു സങ്കല്പലോകം ഉണ്ടാക്കി അത് കാണുന്നുമുണ്ട്. തൻ്റെ മുമ്പിൽ ലോകം പ്രകടമായി നിൽക്കുന്നതുകൊണ്ട് താൻ കാണുന്ന പകൽക്കിനാവ് സത്യമല്ല എന്ന ബോധവും അയാളിലുണ്ട്. അതുപോലെ തത്വജ്ഞാനികൾക്ക് ബ്രഹ്മമാണ് സത്യം എന്ന ബോധം ഉള്ളതുകൊണ്ട് ബാഹ്യപ്രപഞ്ചം പകൽക്കിനാവ് പോലെ മിഥ്യയായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴും ചില സംശയങ്ങൾ അവശേഷിക്കുന്നതായി തോന്നുന്നു. ജീവിതത്തിൽ നമുക്ക് അനേക കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ. എനിക്ക് രോഗം വരണം, ദുരിതങ്ങൾ വരണം എന്നുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണോ ഇതൊക്കെ ഉണ്ടാകുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകണമെന്നുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന് വല്ല കാരണങ്ങളും ഉണ്ടോ? ഈ ചോദ്യത്തിന് ഭാരതീയ തത്വചിന്ത വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് തരുന്നത്. വേദാന്തികളും ദ്വൈതവാദികളും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായക്കാരല്ല. ചിന്താശീലമില്ലാത്ത വിശ്വാസികൾ പറയും എല്ലാം ദൈവനിശ്ചയമാണ് എന്ന്. ദൈവം എന്തിനാണ് ചിലരെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയും ചിലരെ കൂടുതൽ സുഖിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് അവരോട് ചോദിക്കരുത്. ചിന്താശീലരായ ചില ദ്വൈതവാദികൾ ചില ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ പൂർവവാസനയാണ് ഓരോരുത്തരുടെയും പ്രത്യേകമായ സ്വഭാവത്തിനും അനുഭവത്തിനും കാരണം. പൂർവജന്മ കർമ്മഫലം വാസനാരൂപേണ ആത്മാവിനെ ബാധിക്കുമെന്നും പൂർവജന്മത്തിൽ ചെയ്യുന്ന കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരാതെ മിച്ചമുള്ളത് അനുഭവിക്കാനായി വീണ്ടും ജനിക്കുമെന്നും ജനനശേഷം ജീവിക്കുമ്പോൾ പഴയ കർമ്മഫലങ്ങളും പുതിയ കർമ്മഫലങ്ങളും രണ്ടും കലർന്ന് സുഖദുഃഖാത്മകങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. സൽക്കർമ്മങ്ങളുടെ ഫലം സുഖാനുഭവങ്ങളും ദുഷ്കർമ്മങ്ങളുടെ ഫലം ദുഃഖാനുഭവങ്ങളുമായിരിക്കും. ഈ വിശ്വാസമനുസരിച്ച് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന് ഒരു പങ്കുമില്ല. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില സിദ്ധാന്തങ്ങൾ പറയാം. 1. വൈദ്യശാസ്ത്രം. പൂർവജന്മകൃതം പാപം രോഗരൂപേണ ജായതേ. അതായത് രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം പൂർവജന്മത്തിൽ ചെയ്ത പാപങ്ങളാണ്. ഇന്ന പാപത്തിന് ഇന്ന രോഗമാണ് ശിക്ഷ എന്നും മറ്റും പറയുന്ന കർമ്മവിഭാഗം എന്ന് ഒരു അധ്യായം തന്നെ ഉണ്ട്. ലോകത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുന്ന അക്ഷരാർഘം തഥോ വായു വായോരഗ്നിസ്തഥോ ജല
ഉദകാൽ പൃഥ്വീജാതാ ഭൂതാനാമേവ സംഭവ എന്ന ശ്ലോകം എനിക്ക് കിട്ടിയത് ചികിത്സാരത്നം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അടുത്തത് ജ്യോതിഷക്കാരുടെ പക്ഷമാണ്. പൂർവജന്മാർജിതം കർമ്മം ശുഭം വാ യതി വാ ശുഭം തസ്യ പങ്ക്തിഗ്രഹ സർവേ സൂചയന്തീഹ ജന്മനി. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉള്ള ഗ്രഹനില സൂചിപ്പിക്കുന്നത് ആ കുട്ടി തൻ്റെ പൂർവജന്മത്തിൽ ചെയ്ത ശുഭാശുഭങ്ങളായ കർമ്മങ്ങളെയാണ്. അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനാണ് ജനിച്ചിരിക്കുന്നത്. കഷ്ടദശാകാലങ്ങളിൽ ദുഷ്കർമ്മഫലമായി ആയ ദുഃഖാനുഭവങ്ങളും ഇഷ്ടദശാകാലങ്ങളിൽ സൽക്കർമ്മഫലങ്ങളായ സുഖാനുഭവങ്ങളും ഉണ്ടാകും. കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്നും പറയുന്നു. അവശ്യം അനുഭോക്തവ്യം യത് കിഞ്ചിൽ ഫലമസ്തി ചേത്. എന്തെങ്കിലും ഒരു ഫലമുണ്ടെങ്കിൽ തീർച്ചയായും അനുഭവിച്ചേ പറ്റൂ എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പരിഹാര കർമ്മങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? അതെല്ലാം ഇരിക്കട്ടെ. ഈ പുനർജന്മ വിശ്വാസം കൊണ്ട് നമ്മുടെ നാടിന് വന്ന ചില അപജയങ്ങളെപ്പറ്റിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ചാതുർവർണ്ണ്യമനുസരിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തവൻ ബ്രാഹ്മണനായിട്ട് ജനിക്കുമെന്നും പാപകർമ്മങ്ങളുടെ ഫലമാണ് ശൂദ്രനായിട്ട് ജനിച്ചത് എന്നും മറ്റുമുള്ള വിശ്വാസങ്ങൾ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരോട് കരുണ തോന്നേണ്ട കാര്യമില്ല എന്ന വിചാരം ജനങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണമായി തീർന്നിട്ടുണ്ട്. പാവങ്ങളെ പാപികളായി കാണുന്ന ഒരു ചിന്താഗതി മാത്രവുമല്ല, അധ്വാനിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്ത് മേലനങ്ങാതെ ജീവിക്കുന്നവരെ പുണ്യാത്മാക്കളാണ് എന്ന് കരുതി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാന കാരണം ഈ വിശ്വാസമാണ്. പൂർവജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഫലമാണ് താൻ അനുഭവിക്കുന്ന പീഡനമെന്നും പുണ്യാത്മാക്കളായ ബ്രാഹ്മണാദികളെ എതിർക്കാതെ എല്ലാം സഹിച്ച് ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ സാധിക്കുമെന്ന വിശ്വാസം അധ്വാനിക്കുന്ന വർഗത്തെ പ്രതികരണശേഷി ഇല്ലാതാക്കി തീർക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതൊക്കെയാണ് പുനർജന്മ വിശ്വാസത്തിൻ്റെ നേട്ടവും കോട്ടവും. ഇനി വേദാന്തികൾ എന്തു പറയുന്നു എന്ന് നോക്കാം. ഗുരുദേവൻ രചിച്ച ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയിലെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ 2 വരിയിൽ ഇതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. പ്രാരബ്ധം കുനു സഞ്ചിതം തവ കിമാഗാമി ക്വ കർമാപ്യ അസത് ത്വയി അധ്യസ്തമതോഖിലം ത്വമസി സച്ചിന്മാത്രമേകം വിഭു. പ്രാരബ്ധമെന്നും സഞ്ചിതമെന്നും ആഗാമി എന്നും മറ്റും പറയുന്ന കർമ്മങ്ങളെ ഒക്കെ എവിടെ? ഇതെല്ലാം നീ ഉണ്ടെന്ന് സങ്കല്പിച്ച് ഉണ്ടാക്കിയതാണ്. നീ മറ്റൊന്നില്ലാത്ത ഏകവസ്തുവായ സച്ചിദാനന്ദമായ ബ്രഹ്മമാണ്. പൂർവജന്മകൃതമായ കർമ്മത്തെ സഞ്ചിത കർമ്മം എന്നും ഈ ജന്മത്തിൽ ഇവിടെ കർത്തവ്യങ്ങളായി ലഭിച്ചിരിക്കുന്ന കർമ്മങ്ങളെ പ്രാരബ്ധ കർമ്മങ്ങളെന്നും ഇനി വന്നുചേരാനിരിക്കുന്ന കർമ്മങ്ങളെ ആഗാമി എന്നും പറയുന്നു. ജനനമരണങ്ങളില്ലാത്ത നിത്യനായ സച്ചിദാനന്ദ സ്വരൂപനായ എനിക്ക് മുൻപ് ഒരു ജന്മം ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ ഇവിടെ ജനിച്ചിരിക്കുകയാണ് എന്നും ഇനിയും ജനിക്കുമെന്നും അതുപോലെ നിഷ്ക്രിയനും നിർവികാരനുമായ ബ്രഹ്മമായ ഞാൻ പൂർവജന്മത്തിൽ കുറേ കർമ്മങ്ങൾ ചെയ്തു എന്നും ഇപ്പോൾ പ്രാരബ്ധമായി വന്നുകൂടിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും മേലിൽ കുറേ ചെയ്തു തീർക്കാൻ ഉണ്ടാകും എന്നും കരുതുന്നത് മൂഢത്വമല്ലേ? ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. നാം സ്വപ്നം കാണുന്നത് മനസ്സ് ഉണ്ടാക്കുന്ന സങ്കല്പങ്ങളിൽ നിന്നാണല്ലോ. അവിടെ ദുഃഖമുണ്ടാക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം ഇതിന് മുമ്പ് കണ്ട സ്വപ്നത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് പറയാൻ പറ്റുമോ?
സങ്കല്പത്തിന് കാരണം മനസ്സും മനസ്സിന് കാരണം അവിദ്യയുമാണ്. ഗുരുദേവൻ അനേകം പേരുടെ രോഗം മാറ്റിയ സംഭവങ്ങളുണ്ടല്ലോ. ഗുരുദേവനിലുള്ള ഉറച്ച വിശ്വാസം രോഗിയുടെ ഉള്ളിലെ ഞാൻ രോഗിയാണ് എന്ന സങ്കല്പത്തെ മാറ്റി എൻ്റെ രോഗത്തെ ഗുരുദേവൻ മാറ്റി എന്ന സങ്കല്പത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രപഞ്ചസങ്കല്പത്തെ മാറ്റി ബ്രഹ്മസങ്കല്പത്തെ സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഗുരുദേവൻ ഇതുപോലുള്ള വേദാന്തകൃതികൾ നമുക്കായി രചിച്ചിട്ടുള്ളത്. പഠിതാക്കളെ, ഇതൊക്കെ ഒന്ന് കേട്ടതുകൊണ്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നില്ല. പല പ്രാവശ്യം കേട്ടും മനനം ചെയ്തും അറിയാൻ ശ്രമിക്കുമല്ലോ. നമസ്കാരം.